ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് എടുക്കുന്നത്. ചാപ്റ്ററിന്റെ പേരാണ് ആർബിട്രേഷൻ. ആർബിട്രേഷൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. സാധാരണ നമ്മൾ എല്ലാ വീഡിയോയിലും തരുന്ന പോലെ ഈ ഒരു ക്ലാസ്സിന്റെ ഇടയ്ക്ക് വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അത് ചെയ്യുക. നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചൊരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു 2-3 ചെറിയ സിമ്പിൾ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് ചിലതൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ നോക്കുക. ഫസ്റ്റ് നമ്മൾ എന്താണ് ഡിസ്പ്യൂട്ട്. ആർബിട്രേഷൻ എന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഡിസ്പ്യൂട്ട് എന്ന് മനസ്സിലാക്കണം. എന്താണ് ഡിസ്പ്യൂട്ട്? തർക്കങ്ങളാണ്. രണ്ട് പാർട്ടീസ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളാവാം, അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ ഉണ്ടാവും ഒരു തർക്കത്തിൽ. തർക്കം ഉണ്ടാവുകയാണെങ്കിൽ 2 പാർട്ടി നിർബന്ധമാണ്, ചുരുങ്ങിയത് 2 പാർട്ടി നിർബന്ധമാണ്. ഇതിനാണ് തർക്കം എന്ന് പറയുന്നത്, ഡിസ്പ്യൂട്ട് എന്ന് പറയാം. ചിലപ്പോൾ നമ്മുടെ തർക്കങ്ങൾ ഉണ്ടാവും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു മെമ്പറും തമ്മിലാവാം, അല്ലെങ്കിൽ 2 മെമ്പറുകൾ തമ്മിലാവാം, അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റും നമ്മുടെ മെമ്പേഴ്സും തമ്മിലാവാം, അതല്ലെങ്കിൽ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് സമയത്ത് അല്ലെങ്കിൽ തുടങ്ങുന്ന സമയത്തുള്ള പല പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ ബൈലോയിലുള്ള പല പ്രശ്നങ്ങളാവാം, അതല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് മെമ്പർ, ഇപ്പൊ നമ്മുടെ മെമ്പർ അല്ലാതെ പണ്ടുള്ള മെമ്പറുമായിട്ടുള്ള തർക്കങ്ങളാവാം. അങ്ങനെ പല രീതിയിലാവാം നമ്മുടെ സൊസൈറ്റിയിലെ ഡിസ്പ്യൂട്ട്, തർക്കം. പിന്നെ ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ചെറിയൊരു കാര്യം, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് ആർബിട്രേഷൻ. എന്താണ് ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ? ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രശ്നപരിഹാരം അല്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ പറഞ്ഞ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതിന് എന്ത് വേണം? ഒരു മധ്യസ്ഥത അല്ലെങ്കിൽ അവിടെ ഒരു ആർബിട്രേഷൻ വേണം. ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത് 2 പാർട്ടീസ് ഉണ്ടായിരിക്കും. ആ 2 പാർട്ടികൾക്ക് തമ്മിൽ ഒരു മധ്യസ്ഥത വഹിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? ആർബിട്രേഷൻ എന്ന് പറയും. ഈ ഒരു ആർബിട്രേഷൻ പ്രോസസ് ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് പറയും? ആർബിട്രേറ്റർ. ഈ ഒരു മധ്യസ്ഥത വഹിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്ത് പറയും? ആർബിട്രേറ്റർ എന്ന് പറയും. മേ ബി ഈ ഒരു മധ്യസ്ഥത വഹിക്കാൻ നമ്മളൊരു കോടതിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, സെക്ഷൻ 70A പറയുന്നുണ്ട് ഇവിടെ, ഒരു കോടതിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയും? ആർബിട്രേഷൻ കോർട്ട് എന്ന് പറയും. മനസ്സിലായി? എന്താണ് ഡിസ്പ്യൂട്ട് എന്ന് മനസ്സിലായി, എന്താണ് ആർബിട്രേഷൻ എന്ന് മനസ്സിലായി, ആരാണ് ആർബിട്രേറ്റർ എന്ന് മനസ്സിലായി, എന്താണ് ആർബിട്രേഷൻ കോർട്ട് എന്ന് മനസ്സിലായി. ഇത്രയും ഒരു 4 കാര്യമുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. അധികം സമയം നമുക്ക് ആവശ്യം വരും. നമുക്കിനി നമ്മൾ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ആർബിട്രേഷൻ. ഇതിൽ ഫസ്റ്റ് പറയുന്ന പോയിന്റ് ഡിസ്പ്യൂട്ട് എന്നാണ്. എന്താണ് ഡിസ്പ്യൂട്ട്? തർക്കം. നമ്മൾ പറയുന്നത് സെക്ഷൻ 2 നമ്മുടെ ഈ ഒരു ആക്ടിൽ, ഈ ഒരു KCSA 1969 KCSA സെക്ഷൻ 2 എന്ത് പറയുന്നുണ്ട്? ഒരുപാട് ഡെഫിനേഷൻസ് പറയുന്നുണ്ട്. ആ സമയം ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഭാഗം എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഇത് പറയുന്നത്. നമ്മൾ ഇവിടെ പറയുന്നത് ഡിസ്പ്യൂട്ട് പറയുന്ന സെക്ഷൻ ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 ഡിസ്പ്യൂട്ട് പറയുന്നത്. ഇവിടെ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? A dispute means any matter touching to the business, constitution, establishment or management of a cooperative society capable of being subject matter of litigation. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താവാം? നമ്മുടെ സൊസൈറ്റിയിലെ ബിസിനസിനെ കുറിച്ചൊരു തർക്കമാവാം, അതല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ബൈലോയെ കുറിച്ചൊരു തർക്കമാവാം, അതല്ലെങ്കിൽ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള പല തർക്കങ്ങളാവാം. അതും അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റുമായിട്ടുള്ള പല തർക്കങ്ങളാവാം. ഇങ്ങനെ മാനേജ്മെന്റ് ആയിട്ടോ, നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ടോ, നമ്മുടെ ബിസിനസ് ആയിട്ടോ, അതല്ലെങ്കിൽ നമ്മുടെ ബൈലോ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടോ പല ലിറ്റിഗേഷനോ വല്ല വിവാദമോ ഉണ്ടെങ്കിൽ അത്തരം വിവാദത്തെ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറയാൻ കഴിയും. അല്ലെങ്കിൽ ഇതിന്റെ വേറെ രീതിയിലും കൂടെ കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട്. ഇൻക്ലൂഡ്സ് ഡിസ്പ്യൂട്ട് എന്തും കൂടെ ആവുന്നുണ്ട്. എ ക്ലൈം റെസ്പെക്ട് ഓഫ് എനി സം പേബിൾ to or by a society whether such a claim to be admitted or not. അല്ലെങ്കിൽ എന്താവും? ഒരു ക്ലൈം, ഒരു സം ഓഫ് പേയ്മെന്റ് ആവാം. നമ്മൾ ഏതെങ്കിലും ഒരു പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷനിൽ പല പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ചിലപ്പോൾ സൊസൈറ്റി കുറച്ച് പൈസ ആരെങ്കിലും കൊടുത്തു, അവിടെ എന്താവാം? ഒരു തർക്കം ഉണ്ടാവും. ചിലപ്പോൾ കൊടുത്തത് കൂടി അല്ലെങ്കിൽ കുറഞ്ഞു, അതിലേക്ക് കൊടുത്തത് വല്ല മാൽ പ്രാക്ടീസ് കണ്ടക്ട് ചെയ്തു എന്നുള്ള പ്രശ്നം ഉണ്ടാവാം. അല്ലെങ്കിൽ സൊസൈറ്റി വേറെ കാര്യങ്ങളിൽ കയ്യിൽ പൈസ വാങ്ങിച്ചു, അവിടെ എന്തുണ്ടാവാം? ഒരു ഡിസ്പ്യൂട്ട്, ഒരു തർക്കം ഉണ്ടാവാം. ചിലപ്പോൾ എന്താണ്? നമ്മുടെ സൊസൈറ്റി വാങ്ങിച്ച സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് നമ്മൾ എന്ത് പറയാ? സെക്ഷൻ 2 സബ്സെക്ഷൻ 1 പ്രകാരം ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ തർക്കം എന്ന് പറയാം. ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം, ചിലപ്പോൾ നമ്മുടെ പണപരമായുള്ള പ്രശ്നങ്ങളാവാം, അതല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് പരസ്പരമുള്ള പ്രശ്നങ്ങളാവാം, അതല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന സമയത്തുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ബൈലോയില് എന്തെങ്കിലും പ്രശ്നം വന്നത് മെമ്പേഴ്സിന്റെയും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാവാം. അങ്ങനെ പല പ്രശ്നങ്ങളാവാം. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് പറയും? ഡിസ്പ്യൂട്ട് എന്ന് പറയും. ഇതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 1 പറയുന്നത്. 2 മാർക്കിന് ചോദിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി താഴെ പറയുന്ന അടുത്തൊരു സെക്ഷൻ നമ്മൾ പറയാനുള്ള സെക്ഷനാണ് സെക്ഷൻ 69. സെക്ഷൻ 69 പറയുന്നത് ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ. സെക്ഷൻ 69 പറയുന്ന കാര്യം ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓർ ബൈ രജിസ്ട്രാർ. നമ്മുടെ രജിസ്ട്രാറോ നമ്മുടെ കോർപ്പറേറ്റ് ആർബിട്രേഷൻ കോർട്ടോ ഡിസ്പ്യൂട്ട് എന്ത് ചെയ്യും? ഡിസൈഡ് ചെയ്യും. അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഇത്ര മാത്രമാണ് ഇവിടെ പറയുന്നത്. എനി ഡിസ്പ്യൂട്ട് ടച്ചിങ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ബിസിനസ് ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓർ മാനേജ്മെന്റ്
of a cooperative society should be fall under the following categories shall be referred to the registrar for decision and no court shall have jurisdiction. എന്താണ് പറയുന്നത്? താഴെ കുറച്ച് ഏകദേശം ഒരു 5 ഡിസ്പ്യൂട്ട്, 5 തർക്കങ്ങൾ, 5 തരത്തിലുള്ള തർക്കങ്ങൾ പറയുന്നുണ്ട്. ആ തർക്കങ്ങൾ ആര് തന്നെ പരിഹരിച്ചാൽ മതി? നമ്മുടെ രജിസ്ട്രാർ തന്നെ പരിഹരിച്ചാൽ മതി. ഇനി താഴെ പറയുന്ന ആ 5 തർക്കങ്ങൾ നമ്മുടെ രജിസ്ട്രാർ തന്നെ പരിഹരിച്ചാൽ മതി. അതിന് ആരുടെ ആവശ്യമില്ല. ഒരിക്കലും ഒരു കോടതിയുടെ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ജൂറിസ്ഡിക്ഷനിൽ അല്ലെങ്കിൽ അവരുടെ അധികാര പരിധിയിൽ വരില്ല. ഈ താഴെ പറയുന്ന 6 പ്രശ്നങ്ങളും ആര് മാത്രം പരിഹരിച്ചാൽ മതി? നമ്മുടെ രജിസ്ട്രാർ മാത്രം പരിഹരിച്ചാൽ മതി. ഇതിന്റെ ഒരു സെറ്റിൽമെന്റ് ആര് തന്നെ നടത്തും? നമ്മുടെ രജിസ്ട്രാർ തന്നെ നടത്തും. ഓക്കെ, ഈ രജിസ്ട്രാർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന 6 തർക്കങ്ങൾ അല്ലെങ്കിൽ 6 തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് എമംഗ് മെമ്പേഴ്സ് ആൻഡ് പാസ്റ്റ് മെമ്പേഴ്സ്. നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സും പാസ്റ്റ് മെമ്പേഴ്സും തമ്മിലുള്ള എന്തെങ്കിലും തർക്കങ്ങൾ നമ്മുടെ സൊസൈറ്റിയുടെ മുഖേന എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നു, അത് ആർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും? നമ്മുടെ രജിസ്ട്രാർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. പിന്നുള്ളതാണ് ഡിസീസ്ഡ് മെമ്പർ ആൻഡ് ദി സൊസൈറ്റി. നമ്മുടെ ഡിസീസ്ഡ് മെമ്പർ ആരാണ്? ഡിസീസ്ഡ് മെമ്പർ മരിച്ചുപോയ മെമ്പർ. നമ്മുടെ മരിച്ചുപോയ മെമ്പറും നമ്മുടെ സൊസൈറ്റിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, നമ്മുടെ മെമ്പറുമായിട്ട് പ്രശ്നമുണ്ട്, ആ മെമ്പർ എന്ത് ചെയ്തു? ഇടയ്ക്ക് വെച്ച് മരിച്ചുപോയി. ഓക്കെ, എന്നാലും ആ പ്രശ്നം എന്ത് ചെയ്യും? അവിടെ നിലനിൽക്കും. ആ ഒരു മരിച്ചുപോയ മെമ്പർ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ നമ്മളെ പറ്റിച്ചതാവാം, നമ്മുടെ സൊസൈറ്റിയെ പറ്റിച്ചതാവാം, അതല്ലെങ്കിൽ അയാൾ ലീഗൽ ഹയറുള്ള പ്രശ്നങ്ങളൊക്കെ ആവാം. ഓക്കെ, ഈ ഒരു പ്രശ്നങ്ങൾ ആർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും? നമ്മുടെ രജിസ്ട്രാർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. അടുത്ത പോയിന്റ് ആണ് ബിറ്റ്വീൻ സൊസൈറ്റി ഓർ ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് പാസ്റ്റ് കമ്മിറ്റി ഓർ കമ്മിറ്റി, എനി ഓഫീസർ ഓർ എനി എംപ്ലോയി ഓർ എനി പാസ്റ്റ് എംപ്ലോയി. കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലും സംഗതി വളരെ സിമ്പിൾ തന്നെയാണ്. എന്താണ്? അടുത്തൊരു നമ്മുടെ രജിസ്ട്രാർക്ക് മാത്രം ഇന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു മൂന്നാമത്തെ ഒരു ഡിസ്പ്യൂട്ട് ആണ് നമ്മുടെ മെമ്പറും നമ്മുടെ സൊസൈറ്റിയും, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് മെമ്പറും നമ്മുടെ സൊസൈറ്റിയും, അതല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയും കമ്മിറ്റിയും. ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ആർക്കും തന്നെ പരിഹരിക്കാൻ പറ്റും? നമ്മുടെ രജിസ്ട്രാർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. ഇവിടെയും ഒരു കോടതിയുടെ ആവശ്യമില്ല. നെക്സ്റ്റ് പോയിന്റ് ആണ് ബിറ്റ്വീൻ ദി സൊസൈറ്റി ആൻഡ് ദി അതർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയും മറ്റൊരു സൊസൈറ്റിയും തമ്മിലൊരു ഡിസ്പ്യൂട്ട്, ഒരു തർക്കമുണ്ട്, അതും തന്നെ ആർക്ക് പരിഹരിക്കാൻ പറ്റും? നമ്മുടെ രജിസ്ട്രാർക്ക് തന്നെ പരിഹരിക്കാം. അതിനും നമ്മുടെ ഒരു കോടതിയുടെ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ആർബിട്രേറ്റ് കോർട്ടിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് ലാസ്റ്റ് 5th പോയിന്റ് ആണ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എ ക്രെഡിറ്റർ. നമ്മുടെ സൊസൈറ്റിയിലെ ക്രെഡിറ്റർ. ആരാണ് ക്രെഡിറ്റർ? നമ്മുടെ സൊസൈറ്റി പൈസ കൊടുക്കാനുള്ള ആളുകൾ. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ആരെ കയ്യിൽ നിന്നാണോ പൈസ കടമായിട്ട് വാങ്ങിച്ചത് അയാളാണ് നമ്മുടെ ക്രെഡിറ്റർ. ഈ ക്രെഡിറ്ററും നമ്മുടെ സൊസൈറ്റിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ, അതാർക്ക് പരിഹരിക്കാൻ പറ്റും? നമ്മുടെ രജിസ്ട്രാർക്ക് പരിഹരിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും ഈ 5 ഡിസ്പ്യൂട്ടുകൾ അല്ലെങ്കിൽ ഈ 5 തരത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ കോടതിയുടെ ആവശ്യമില്ല. സെക്ഷൻ 69 പ്രകാരം നമ്മുടെ രജിസ്ട്രാർക്ക് തന്നെ അത് പരിഹരിക്കാൻ പറ്റും. ഓക്കെ, ഈ സെക്ഷനിൽ താഴെ കുറച്ച് കാര്യം പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു സബ്സെക്ഷൻ 2 ദ ഡിസ്പ്യൂട്ട് മേ ബി ഇൻ ദി ഫോളോയിങ് കേസസ്. ഓക്കെ, സബ്സെക്ഷൻ 2 പറയുന്നതാണ് ഡിസ്പ്യൂട്ട് താഴെ പറയുന്ന രീതിയിലാവണം. 1, എ ക്ലൈം ബൈ ദി സൊസൈറ്റി ഓർ എനി എമൗണ്ട് ഡ്യൂ ടു ഇറ്റ് ഫ്രം എ മെമ്പർ നോമിനി ഓർ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ഡിസീസ്ഡ് മെമ്പർ. ഓക്കെ, എന്താണ്? നമ്മുടെ സൊസൈറ്റി ഒരു ക്ലൈമാണ്, നമ്മുടെ സൊസൈറ്റിയായിട്ടുള്ള പ്രശ്നം ഡിസ്പ്യൂട്ട് ആവാം. എങ്ങനെയാവാം? ആര് തമ്മിലാവാം? ഒന്നെങ്കിൽ നമ്മുടെ മെമ്പർ നോമിനി, നമ്മുടെ മെമ്പറുടെ നോമിനിയും നമ്മുടെ സൊസൈറ്റിയും തമ്മിലുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഡിസീസ്ഡ് മെമ്പർ, നമ്മുടെ മരിച്ചുപോയ മെമ്പറുണ്ട്, അയാളുടെ ലീഗൽ ഹയർ അല്ലെങ്കിൽ അയാളുടെ നിയമപരമായിട്ട് അയാളുടെ കാര്യങ്ങളെല്ലാം കിട്ടാൻ അവകാശം ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ചിലപ്പോൾ അയാളുടെ ഭാര്യയാവാം, മക്കളാവാം, അതല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ആവാം. ഇങ്ങനെയുള്ള ആളും നമ്മുടെ സൊസൈറ്റിയും തമ്മിലുള്ള പ്രശ്നമാവാം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ മെമ്പറുടെ നോമിനിയും തമ്മിലുള്ള പ്രശ്നം ഈ ഒരു സബ്സെക്ഷൻ 2 അണ്ടർ കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. എ ക്ലൈം ബൈ എ ഷുവർട്ടി അഗെയിൻസ്റ്റ് ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഓക്കെ, നമ്മളൊരു ഷുവർട്ടി, നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്ററും നമ്മുടെ ഷുവർട്ടിയും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് സബ്സെക്ഷൻ 2 അണ്ടറിൽ വരുന്നതാണ്. അങ്ങനത്തെ ഡിസ്പ്യൂട്ട് ആവാം. പിന്നുള്ളൊരു കാര്യമാണ് എനി ഡിസ്പ്യൂട്ട് അറൈസിംഗ് ഓൺ കണക്ഷൻ വിത്ത് ദി എലക്ഷൻ. നമ്മുടെ എലക്ഷനായിട്ട് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഇത്രയൊരു പ്രശ്നം എന്ത് ചെയ്യാം? നമ്മുടെ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ആർബിട്രേഷൻ കോർട്ടിനോ ഒക്കെ പരിഹരിക്കാൻ പറ്റും. ഈ 3 രീതിയിലെ പ്രശ്നങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ സിവിൽ കോർട്ടിനാണ് പോവുകയാണ്. ഈ 3 രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഒന്നെങ്കിൽ നമ്മുടെ രജിസ്ട്രാറുടെ കയ്യിലല്ല, നമ്മുടെ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അടുത്തൊരു പോയിന്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ക്വസ്റ്റ്യൻ വേണം. ആ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, നിങ്ങൾ സെക്ഷൻ 68 സെക്ഷൻ 68A, സെക്ഷൻ 68, സെക്ഷൻ 68 ആൻഡ് സെക്ഷൻ 68A, ഈ 2 സെക്ഷനിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുക, എന്നിട്ട് എനിക്ക് അയച്ചു തരും. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ആർബിട്രേഷൻ. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, എന്നാലും ഇവിടെ നമ്മൾ എഴുതി വെച്ച കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നോക്കാം.
The determination of dispute by the decision of one or more person is called arbitration. Okay. ഒരു ഡിറ്റർമിനേഷൻ ആണ്. ഒന്നോ ഒന്നിൽ കൂടുതലോ വ്യക്തികൾ എന്നാണ്ട് ഒരു ഡിസ്പ്യൂട്ട്, ഒരു തർക്കത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ആ ഒരു പ്രോസസ്സിനെ നമുക്കൊന്ന് പറയാം, ആർബിട്രേഷൻ എന്ന് പറയാം. ഓക്കെ, വേറെ നല്ല രീതിയിൽ നമ്മൾ നേരിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രശ്നം, ഒരു ഡിസ്പ്യൂട്ട് വരികയാണ്, ആ ഡിസ്പ്യൂട്ടിന് ഒന്നിൽ കൂടുതലോ വ്യക്തികൾ മധ്യസ്ഥത വഹിച്ചാൽ ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്ത് പറയും? ആർബിട്രേഷൻ എന്ന് പറയും. ഓക്കെ, ഇവിടെ ബാക്കി കാര്യം പറയുന്നുണ്ട്. ആൻഡ് ആർബിട്രേഷൻ ഈസ് എ ലീഗലി എഫക്റ്റീവ് അഡ്ജുഡിക്കേഷൻ ഓഫ് എ ഡിസ്പ്യൂട്ട് അതർവൈസ് പ്രൊസീജിയർ ഓഫ് കോർട്ട്. ഓക്കെ, ഇവിടെ എന്താണ് ഒരു ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലീഗലി നിയമപരമായിട്ട് ചെയ്യുന്ന ഒരു തർക്ക പരിഹാരമാണ്. ഓക്കെ, ഇവിടെ ആരാവശ്യമില്ല, ഒരു കോടതിയുടെ അധികാര പരിധിയിൽ പെടാതെ അല്ലെങ്കിൽ കോടതിയുടെ ഒരു വിധി, തീർപ്പ്, ഒരു അഡ്ജുഡിക്കേഷൻ ഇല്ലാതെ നമ്മുടെ ഒരു ആർബിട്രേറ്റർക്ക് തന്നെ അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് തന്നെ പ്രശ്നം അല്ലെങ്കിൽ മധ്യസ്ഥതയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ആർബിട്രേഷൻ എന്ന് പറയാം. ഇതെന്താണ്? ലീഗലാണ്, ഒരിക്കലും ഇല്ലീഗൽ പ്രോസസ് അല്ല. ഇവിടെ പറയുന്നുണ്ട് ദ പേഴ്സൺ ഹു ടേക്ക് സച്ച് ഡിസിഷൻ ആർ കോൾഡ് ആർബിട്രേറ്റർ. ആരാണോ ഈ ആർബിട്രേഷൻ തീരുമാനം അല്ലെങ്കിൽ ആരാണോ ഈ മധ്യസ്ഥത വഹിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ആ ഡിസിഷൻ എടുക്കുന്നത് അയാൾ നമുക്കൊന്ന് പറയാൻ കഴിയും ആർബിട്രേറ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഒരു ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ഒരു മധ്യസ്ഥത വഹിക്കുന്ന പ്രോസസ്സാണ് ആർബിട്രേഷൻ. ഓക്കെ, അടുത്തൊരു പോയിന്റ് ആണ് ആർബിട്രേഷൻ, പവേഴ്സ് ഓഫ് ആർബിട്രേറ്റർ. ഇങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കുന്ന വ്യക്തിക്ക് എന്തുണ്ട്? ഒരുപാട് പവേഴ്സ് ഉണ്ട്. അയാളുടെ പവർ ആണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ടു അഡ്മിനിസ്റ്റർ റിക്വയർ അറ്റൻഡൻസ് ഓഫ് ഓൾ പാർട്ടീസ് കൺസേൺഡ് ആൻഡ് എക്സാമിൻ ദി വിറ്റ്നസ്. ഓക്കെ, എന്തിനുള്ള അവകാശമുണ്ട്? നമ്മളെ ഈ ഒരു ഡിസ്പ്യൂട്ട് ആയിട്ടുള്ള രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പാർട്ടീസ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കും. ഇവരെല്ലാം അറ്റൻഡൻസ് അല്ലെങ്കിൽ ഇവരെല്ലാം വിളിച്ചു കൂട്ടാനും അവിടെ ഒരു വിറ്റ്നസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവര് പ്രശ്നം നടക്കുന്ന ആ പ്രശ്നത്തിന് ഒരു സാക്ഷി ഉണ്ടെങ്കിൽ ആ സാക്ഷിയായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും ഈ ഒരു ഡിസ്പ്യൂട്ടിലെ ആളുകളെ വിളിച്ചു കൂട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ ആർബിട്രേറ്റർക്ക് ഉണ്ട്. സെക്കൻഡ് പോയിന്റ് ആണ് ടു റിക്വയർ പ്രൊഡക്ഷൻ ഓഫ് ആൾ ദി ബുക്സ് ആൻഡ് ഡോക്യുമെന്റ് റിലേറ്റിംഗ് ടു ദി ഡിസ്പ്യൂട്ട്. നമ്മുടെ ഡിസ്പ്യൂട്ടുമായിട്ടുള്ള നമ്മളെ തർക്കങ്ങളുമായിട്ടുള്ള എല്ലാ ബുക്സും റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ക്രിയേറ്റ് ചെയ്യാനും അത് സൂക്ഷിക്കാനും കൈവശം വെക്കാനുള്ള അവകാശമൊക്കെ ആർക്കുണ്ട്? നമ്മുടെ ആർബിട്രേറ്റർക്ക് ഉണ്ട്. ഓക്കെ, ആർബിട്രേറ്ററുടെ മൂന്നാമത്തെ ഒരു പവറാണ് ടു ഇൻസ്പെക്ട് എനി പ്രോപ്പർട്ടി വിച്ച് ഈസ് ദി സബ്ജക്ട് മാറ്റർ ഓഫ് ദി ഡിസ്പ്യൂട്ട്. നമ്മുടെ തർക്കമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രോപ്പർട്ടി, നമ്മുടെ സൊസൈറ്റിയുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി ആവും, ചിലപ്പോൾ നമ്മുടെ അസറ്റുകളാവാം, നമ്മുടെ അസറ്റ് പോലെ ലാൻഡ് ആവാം അല്ലെങ്കിൽ ബിൽഡിംഗ് ആവാം, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അസറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോപ്പർട്ടി ആയിട്ടുള്ള മേലുള്ള ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ആ ഡിസ്പ്യൂട്ടുള്ള അല്ലെങ്കിൽ ആ തർക്ക വിഷയമുള്ള പ്രോപ്പർട്ടി ഒന്ന് വിസിറ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ ആർബിട്രേറ്റർക്ക് ഉണ്ട്. ഓക്കെ, ഫോർത്ത് പോയിന്റ് ആണ് ടു സമൻ ആൻഡ് എക്സാമിൻ എനി പേഴ്സൺ ആസ് എ വിറ്റ്നസ്. ഇയാൾക്ക് എന്തെങ്കിലും അവകാശമുണ്ട്? ആർബിട്രേറ്റർക്ക് ഉള്ള നാലാമത്തെ അവകാശമാണ് ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു വിറ്റ്നസ് ആണെങ്കിലും സാക്ഷിയാണെങ്കിലും അയാളെ സമൻ ചെയ്യണം, അയാളെ വിചാരണ ചെയ്യാനും അയാളെ കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ഉള്ള അവകാശം നമ്മുടെ ആർബിട്രേറ്റർക്ക് ഉണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ആയ അല്ലെങ്കിൽ ആർബിട്രേറ്ററുടെ പവർ ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇത്രയും ഒരു കാര്യമാണ് ഇവിടെ ഈ ഒരു ക്ലാസ്സിലുള്ളത്. ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യമാണുള്ളത്. ഈ ഒരു ക്ലാസ്സിന്റെ ഇടയ്ക്ക് വെച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അത് എഴുതിയിട്ട് പഠിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.